മാലിന്യ പ്ലാന്റ് കത്തിനശിച്ചതിനെ തുടർന്ന് മാലിന്യ സംസ്കരണ അവതാളത്തിലായ മൂന്നാർ പഞ്ചായത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ ഉന്നതതല യോഗ തീരുമാനം. തദ്ദേശ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, കളക്ടർ, ശുചിത്വ മിഷൻ ഡയറക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് മാലിന്യ സംഭരണം, സംസ്കരണം എന്നീ കാര്യങ്ങളിൽ പഞ്ചായത്തുമായി സഹകരിച്ച് നടപടികളെടുക്കാൻ തീരുമാനിച്ചത്. ഒരാഴ്ച മുമ്പായിരുന്നു മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. മാലിന്യ പ്ലാന്റ് കത്തിനശിച്ചതിനെ തുടർന്ന് മാലിന്യ സംസ്കരണം അവതാളത്തിലായ മൂന്നാർ പഞ്ചായത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, കളക്ടർ, ശുചിത്വ മിഷൻ ഡയറക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് മാലിന്യ സംഭരണം, സംസ്കരണം എന്നീ കാര്യങ്ങളിൽ പഞ്ചായത്തുമായി സഹകരിച്ച് നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ, ജോലിക്കാരുടെ എണ്ണം, പ്രതീക്ഷിക്കുന്ന ചെലവ് എന്നിവ സ്ഥലം സന്ദർശിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ശുചിത്വ മിഷൻ അധികൃതരെ യോഗം ചുമതലപ്പെടുത്തി. നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപത്തായി മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബയോമൈനിംഗ് നടത്തി നീക്കം ചെയ്യാനായി ക്ഷണിച്ച ടെൻഡറുകൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തുറന്ന കരാർ നൽകാനും യോഗം തീരുമാനിച്ചു. ബയോമൈനിങ്ങിനായി 3.5 കോടി രൂപയാണ് സംസ്ഥാന ശുചിത്വ മിഷൻ അനുവദിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുൻപാണ് പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. പ്ലാന്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഭാഗികമായി കത്തി നശിക്കുകയും പ്രധാന യന്ത്രങ്ങളും സോളാർ വേലികളും അനുബന്ധ ഉപകരണങ്ങളും കത്തി നശിച്ചിരുന്നു. 52 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പോലീസ് പരിശോധനകൾ പൂർത്തിയാക്കിയാലുടൻ പ്ലാന്റിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പ് ആരംഭിക്കും. യന്ത്രങ്ങൾ നശിച്ചതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കട്ടകളാക്കാൻ കഴിയാത്തതിനാൽ തൊഴിലാളികളെ അധിക വേതനം നൽകി കൂടുതൽ സമയം ഉപയോഗിച്ച് ഇവ വേർതിരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സിവിൽ സപ്ലൈസ് വിജിലൻസ് ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത്. 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളായിരുന്നു പലപ്പോഴായി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നിന്നും നഷ്ടമായത്. ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സിവിൽ സപ്ലൈസ് വിജിലൻസ് ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത്. ഇടമലക്കുടിയിലെ ഗോഡൌണിലും റേഷൻ കടകളിലും വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പ് കണ്ടെത്തുന്നതിനോ പരിശോധന നടത്തി നടപടികൾ എടുക്കുന്നതിനോ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല. 2 മാസത്തിലൊരിക്കൽ പോലും റേഷൻ കടകളിലെത്തി പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങൾ റിപ്പോർട്ടിലുള്ളതായാണ് സൂചന. 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളായിരുന്നു പലപ്പോഴായി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നിന്നും നഷ്ടമായത്. സംഭവത്തിൽ വിതരണ ചുമതലയുണ്ടായിരുന്ന ഗിരിജൻ സൊസൈറ്റി സെക്രട്ടറിക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. താലൂക്ക് സപ്ലൈ ഓഫീസറുടെ പരാതിയിലാണ് കേസ്. റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാതെ ദുരുപയോഗം ചെയ്തതിലൂടെ 26.99 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായെന്ന് കാട്ടി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. SHO ജെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സിറ്റി വിഷൻ, മൂന്നാർ.